ഹലോ ഓൾ വെൽക്കം മോളിവുഡ് ടൈംസ്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഈ വർഷത്തെ മോസ്റ്റ് ഫുൾഫില്ലിംഗ് തിയേറ്റർ വാച്ച് സോ ഫാർ. അപ്പോൾ അതിന് ഒരു സെറ്റ് ഓഫ് റീസൺസ് ഉണ്ട്. അത് എന്തുകൊണ്ടായെന്ന് എനിക്ക് തോന്നിയ എൻ്റെ റീസൺ കാരണം എനിക്കൊന്ന് മെയിൻലി ദ റൈറ്റിംഗ്. കാരണം അതിൻ്റെ കോർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ സിനിമാക്കാരനാവുന്നു, അതിന് മുമ്പേ ഉള്ള ഇൻസിഡൻസ്, ഫസ്റ്റ് ഫിലിമിൻ്റെ മേക്കിങ്ങിലേക്ക് വരുന്നതിൻ്റെ ഒരു പറ്റം ഇൻസിഡൻസ്, ഹിസ് ചലഞ്ചസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. പക്ഷേ ഈ 2 hour 50 minute ഡ്യൂറേഷനിലും ഐ ഫെൽ ദാറ്റ് ഇറ്റ് വാസ് വെരി വെൽ പാക്കേജ്ഡ്. കാരണം നല്ല പാക്ഡ് ആയിട്ട് ടൈറ്റ് രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ആൻഡ് നല്ല രസമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അപ്പോൾ ഈ എഴുത്ത് പറയുമ്പോൾ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിലെ ഡയലോഗ്സ്. ഇപ്പോൾ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ സാമാന്യം നല്ല ഷാർപ്പ് ഡയലോഗ്സ് ആയിട്ടാണ് തോന്നി. കാരണം ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡയലോഗ്സ് ഉണ്ട്. ഇറ്റ് ഈസ് ബോൾഡ്, ഡെഫിനറ്റ്ലി ബോൾഡ്, ആ ഒരു രീതിയിലുണ്ട്. പിന്നെ സാമാന്യം അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഹ്യൂമറും കാര്യങ്ങളും അത് ഇതെല്ലാം ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ്. ഇപ്പം ടെക്നിക്കൽ സൈഡ് പറയുന്നതിന് മുമ്പേ തന്നെ ക്യാരക്ടേഴ്സ്. കാരണം ഈ കഥയെല്ലാം എഴുതി നല്ല രീതിയിലാണ് അവരെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ നസ്ലീൻ്റെ ക്യാരക്ടറുണ്ട്, നസ്ലീൻ്റെ ഫ്രണ്ട്, ഹിസ് ഫാമിലി, പിന്നെ ഫിലിം ഫ്രട്ടേണിറ്റിയിലെ ആൾക്കാർ, അങ്ങനെയുള്ള കുറേ രീതിയിൽ നല്ല രീതിയിലാണ് ആ ക്യാരക്ടർ ബിൽഡിങ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ആ ക്യാരക്ടർ ആർക്ക് എന്ന് പറഞ്ഞാൽ ദേ കൈൻഡ് ഓഫ് മെയ്ഡ് ഇറ്റ് കൺസിസ്റ്റൻ്റ് ആസ് വെൽ. ആ ഒരു നല്ല രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ ക്യാമറ ആൻഡ് എഡിറ്റിംഗ്. നമ്മൾ എടുത്ത് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം അത് വളരെയധികം നല്ല രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അലോങ് വിത്ത് ദാറ്റ് എ സ്പെഷ്യൽ നെയിം ടു മെൻഷൻ ജേക്സ് ബിജോയ്. ഇപ്പോൾ പുള്ളി അത് ചെയ്തിരിക്കുന്നതെന്ന് പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പാട്ടും പിന്നെ ഒരു ചെറിയൊരു ഭാഗം കൂടെ ഉള്ളൂ. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ഇഷ്ടം പോലെ എടുത്ത് നല്ല രീതിയിൽ അത് ആ സ്ക്രിപ്റ്റിനോട് ബ്ലെൻഡിൻ ചെയ്ത് നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ബേസിക്കലി എ ഡയറക്ടേഴ്സ് ഫിലിം. കാരണം ആ ഡയറക്ടർ നേരത്തെ ഇപ്പോൾ മുകുന്ദൻ ഉണ്ണി ചെയ്തതിന് ശേഷമാണ് പുള്ളി ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുള്ളിയുടെ തന്നെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലുണ്ട്. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ദാറ്റ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ്, അത് മാത്രമല്ല, പക്ഷെ ജനറലി സാമാന്യം നല്ല ബോൾഡായിട്ട് നല്ല രീതിയിൽ മറ്റേ വിത്തൗട്ട് ഹോൾഡിങ് എനിത്തിങ് ബാക്ക്, അങ്ങനെ ആ ഒരു രീതിയിലൊരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ആ സിഗ്നേച്ചർ സ്റ്റൈൽ അതിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വന്നാലും ഈ ആക്ടേഴ്സ് ശരിയായില്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആൻഡ് ദാറ്റ് ഇസ് വെയർ ദേ സ്കോർ ദ മോസ്റ്റ്. ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നസ്ലീനാണ്. അപ്പോൾ നസ്ലീൻ ഒരു 11th സ്റ്റാൻഡേർഡ് തൊട്ട് ഐ തിങ്ക് mid-20s അങ്ങനെ ആ ഒരു ഏജ് ഗ്രൂപ്പ് ഫുൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം അന്നേരം കൊണ്ടുവരുന്ന മാനറിസംസും കാര്യങ്ങളും ആൻഡ് മെയിൻലി ദ വേ ഹി ഹാസ് ഡൺ ദ സീരിയസ് ആൻഡ് ഇമോഷണൽ സീക്വൻസസ് എടുത്ത് പറയേണ്ടതാണ്. അത് വളരെയധികം നല്ല രീതിയിൽ ഇമ്പാക്ട്ഫുൾ ആണ്. പിന്നെ സപ്പോർട്ടിംഗ് കാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ റോഷൻ ഷാനവാസ് ഫ്രണ്ട് ആയിട്ടുണ്ട്, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, അപ്പുണ്ണി ശശി ഉണ്ട്, അൽതാഫ് സലീം ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ദ മാൻ ഐ തിങ്ക് ഹു സ്കോർസ് ദ മോസ്റ്റ് ഷറഫുദ്ദീൻ. കാരണം പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, ഒരു സീൻ നല്ലൊരു സീൻ ചെയ്യും, നല്ലൊരു ഡയലോഗ് കാണും, അന്ന് നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഹി ഈസ് റിയലി ഡൺ ഇറ്റ് വെൽ. ആ കൂട്ടത്തിൽ തന്നെ എടുത്തു പറയേണ്ട 3 ക്യാമിയോസ് ഉണ്ട്. അപ്പോൾ ക്യാമിയോസിൻ്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ബി ദ ഹ്യൂമർ ഓർ ദ സീരിയസ് സൈഡ് ഓർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ റോൾ, ഏതെടുത്തു കഴിഞ്ഞാലും വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് മെയ്ഡ് മീ പേഴ്സണലി ഫോൾ ഇൻ ലവ് വിത്ത് ദ ഫിലിം. ഇനി അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നോക്കിയാണ് വേറൊരാളുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ ഐ ഫെൽ ദാറ്റ് ദിസ് ഇസ് എ മൂവി വിച്ച് വുഡൻ ബി എവറി വൺസ് കപ്പ് ഓഫ് ടീ. അപ്പം എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജോണർ ഫിലിമിന് 2 hours 50 minute ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ടാഡ് ടു ലോങ് ഫോർ എ ലോട്ട് മെനി. പിന്നെ ആ ഒരു കോർ പ്ലോട്ടിൽ തന്നെയാണ് അവർ ആ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കുറച്ച് അൺകൺവെൻഷനലാണ്. കാരണം നല്ല രീതിയിൽ അത് നമ്മുടെ ഒരു നോർമൽ രീതിയിൽ ഒരു ഫീൽ ഗുഡ് ഫിലിം മേക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലല്ല അത് വന്നിരിക്കുന്നത്. അത് പ്രത്യേകം വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കോർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റിവിറ്റീസ്, ഒരുപാട് കോയിൻസിഡൻസ് ഉള്ളതാണ്. അത് എല്ലാവർക്കും എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം കാണുമ്പോൾ വീണ്ടും നെഗറ്റിവിറ്റി, വീണ്ടും കോയിൻസിഡൻസ്, ആ ഒരു ഫീല് ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. സോ ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ദ ഡയറക്ടേഴ്സ് ആൻഡ് ഹിസ് creative technical team together has made a bold and unapologetic movie, and equal credit for all the actors who have been part of that. So till we are back with the next review, bye bye.